എന്താണ് പെയിൻ മെഡിസിൻ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ? ഇത് സാധാരണയായി ആളുകൾ ചോദിക്കും. നമ്മളെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുമ്പോൾ പെയിൻ മെഡിസിൻ ആണ് അല്ലെങ്കിൽ പെയിൻ ഫിസിഷ്യൻ ആണെന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു സ്പെഷ്യാലിറ്റിയെ പറ്റി കേട്ടിട്ടില്ലല്ലോ, എന്താണ് ഈ പെയിൻ മെഡിസിൻ, ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ തന്നെയാണോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഈ പെയിൻ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. അപ്പോൾ യഥാർത്ഥത്തിൽ പെയിൻ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അത് പെയിനിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പെയിൻ്റെ സോഴ്സ് കണ്ടെത്താനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിശദമായി അസസ് ചെയ്യാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് മാനേജ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് പെയിൻ മെഡിസിൻ. അപ്പോൾ അതിൻ്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ശരിക്കും ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ. അതായത് ഇൻ്റർവെൻഷൻ ചെയ്തിട്ട് നേരെ ടാർഗറ്റഡ് ആയിട്ട് എവിടെയാണോ പെയിൻ്റെ സോഴ്സ് കണ്ടെത്താനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് മാറ്റിയെടുക്കാനും ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ. അപ്പോൾ ശരിക്കും എന്താണ് ഈ പെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഏതൊരു ക്രോണിക് പെയിനും, അതായത് നമുക്ക് 2-3 മാസം കഴിഞ്ഞിട്ടും മാറാത്ത രീതിയിലുള്ള വേദനകളെല്ലാം ക്രോണിക് പെയിനാണ്. പലപ്പോഴും നമുക്കറിയാം, ഇത്തരത്തിലുള്ള വേദന വരുന്ന സമയത്ത് നമ്മൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അത് മെഡിസിൻസ് ആവാം, ഫിസിയോതെറാപ്പി ചെയ്ത് എല്ലാം എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഇതൊന്നും ചെയ്തിട്ടും മാറ്റമില്ല, അത് നമ്മളെ ലൈഫിനെ ബാധിക്കുന്നു, നമ്മളെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഉറക്കം കിട്ടുന്നില്ല, അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ ക്രോണിക് പെയിൻ്റെതായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പലപ്പോഴും പലരെയും കാണിക്കും. ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ പിന്നെ മാറി കാണിക്കും, അടുത്ത ഡോക്ടറെ കാണിക്കും. അപ്പോൾ ഇത് ആരെയാണ് കാണിക്കേണ്ടത് എന്നുള്ള സംശയമാണ് പലപ്പോഴും. ഇപ്പോൾ കഴുത്ത് വേദന, നടുവേദനയൊക്കെ മാറാണ്ട് നിൽക്കുന്ന സമയത്ത് ഇത് എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണോ, അതോ ഞരമ്പിൻ്റെ ന്യൂറോളജി വിഭാഗത്തിൽ കാണിക്കണോ, അല്ലെങ്കിൽ മറ്റുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കണോ, ഇത് ഏത് വിഭാഗത്തിലാണ് കാണിക്കേണ്ടത്, ഇത് എല്ലിൻ്റെ പ്രശ്നമാണോ ഞരമ്പിൻ്റെ പ്രശ്നമാണോ എന്നറിയാത്തൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്കൊരു കഴുത്ത് വേദന ഉണ്ടാകുമ്പോൾ ഇത് എവിടെയാണ് പോകേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ സംശയം ഉണ്ടാകുക. ഇത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്, എനിക്ക് കഴുത്ത് വേദന ഉണ്ട്, അപ്പോൾ അത് ഞരമ്പിൻ്റെ ആണോ നമുക്കറിയില്ലല്ലോ. ഒരു രോഗിനെ സംബന്ധിച്ചിടത്തോളം അത് ഞരമ്പിൻ്റെ പ്രശ്നമാണോ എല്ലിൻ്റെ പ്രശ്നമാണോ എന്നുള്ള അറിയില്ല, അവർക്കാകെ ഉള്ളത് കഴുത്ത് വേദനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കുള്ള പ്രശ്നം ഒരു വേദനയാണെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്താനും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പരിശോധിച്ച് അതിൻ്റെ ഒരു തീരുമാനത്തിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാനും അത് ട്രീറ്റ് ചെയ്യാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ പെയിൻ മെഡിസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദനയുടെ ഉറവിടം കണ്ടെത്തുക, അത് വേദന ഉണ്ടാക്കാനുള്ള അത് ഏത് അസുഖം, അതിൻ്റെ പുറകിലുള്ള അസുഖം എന്താണ് അത് കണ്ടെത്തുക, ആ റൂട്ട് കോസ് കണ്ടെത്തി അതിൻ്റെ ഒഴിവാക്കി അത് ഫിക്സ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതാണ് ഈ പെയിൻ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ എന്നുള്ളൊരു പേര് വരാൻ കാരണം അതിൽ പലപ്പോഴും നമ്മൾ വെറുതെ മെഡിസിൻ കൊടുക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എക്സസൈസ് മാത്രം അല്ലാതെ ടാർഗറ്റഡ് ആയിട്ട് ആ ഒരു പെയിൻ ഒരു സോഴ്സ് കണ്ടെത്താനുള്ള ഒരു ഇൻ്റർവെൻഷൻസ് കൂടി ഇതിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ബാക്ക് പെയിൻ എടുക്കാം. ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ബാക്ക് പെയിൻ ഒരാളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് തേയ്മാനാണ്. അപ്പോൾ അത് എവിടെയാണ് തേയ്മാനം, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവേ തേയ്മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റേയിൽ വരുന്ന അല്ലെങ്കിൽ MRIയിൽ കാണുന്ന മാറ്റങ്ങൾക്കാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പെയിൻ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ തേയ്മാനമാണ്, ഞരമ്പിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മെഡിസിൻ കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ കുറേ കാലം അത് ഓക്കെ, ഇപ്പോൾ തുടക്കത്തിൽ പെട്ടെന്നൊരു നടുവേദന വന്നു, നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ ഡോക്ടറെ കാണിച്ചു, മെഡിസിൻ എടുത്തു, കുറച്ച് റെസ്റ്റ് എടുത്തു, എക്സസൈസ് ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്തു, മാറി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു വേദന നമ്മൾക്ക് നിലനിൽക്കുമ്പോൾ, അത് 3 മാസത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന സമയത്ത് ആ പെയിന് തന്നെ ഒരു അസുഖമായിട്ട് മാറുകയാണ്. അതായത് ക്രോണിക് പെയിൻ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു അസുഖം തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് പിന്നീട് സ്ഥിരമായിട്ടത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ബാക്ക് പെയിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബാക്ക് പെയിനിൽ ചിലപ്പോൾ ഡിസ്ക് ആവാം, ജോയിൻ്റ് ആവാം, മസിലാവാം, SI ജോയിൻ്റ് ആവാം, ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഞരമ്പിൻ്റെ ഭാഗത്താവാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ ഉണ്ടാവും ചിലപ്പോൾ. അത് കൃത്യമായിട്ട് നമ്മളത് കണ്ടെത്തണം. അപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ എക്സ്റേ MRI എടുത്തതുകൊണ്ട് തേയ്മാനം ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ക് തള്ളിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ അതിൻ്റെ സോഴ്സ്, വേദനയുടെ കാരണം ഇത് തന്നെയാണ്, ഇന്ന സാധനം കൊണ്ടാണ് വേദന ഉണ്ടാക്കുന്നത് പറയാൻ ഈ MRIക്കും എക്സ്റേക്കും ഒന്നും കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്കൊരു ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് എവിടെ നിന്നാണ് വേദന എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേയുടെ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ട് അവിടെ ഒരു ബ്ലോക്ക് കൊടുത്തിട്ട് അത് അപ്പോൾ രോഗിയുടെ പെയിന് മാറണത് കൺഫേം ആയി. അപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ പെയിന് ഉറവിടം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള മനസ്സിലാക്കാം.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അത് വരാനുള്ള കാരണം, ആ തേയ്മാനം കൊണ്ടാവാം, ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ അതായത് വാദസംബന്ധമായ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്യാൻസർ പോലെയുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാം, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാവാം. അത്തരത്തിലെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ ഈ പറഞ്ഞ 4 കാരണത്തിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കും ഇത് വരാനുള്ള ഈ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചുറി ആവാം, ട്രോമ കാരണമുള്ള ഇഞ്ചുറി കൊണ്ടാവാം. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു പെയിന് വരികയാണ്. അപ്പോൾ അതിന് എവിടെയാണ് പെയിന്, ഏതാണ് സോഴ്സ്, രണ്ടാമത്തെ എന്തുകൊണ്ടാണ് അത് വരുന്നത്, ഇത് രണ്ടും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. ആ ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ജോയിൻ്റ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ ജോയിൻറ്റിലേക്ക് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായി ഒരു അസുഖത്തിൻ്റെ സോഴ്സ് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിനിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ മെഡിസിൻ കഴിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. രോഗികൾ പലതും വേദന 3 മാസത്തിൽ കൂടുതലാകുമ്പോൾ തന്നെ ഒരുപാട് മെഡിസിൻ എടുക്കുകയും ഫിസിയോതെറാപ്പി ചെയ്യുകയും എക്സസൈസ് ചെയ്യുകയും എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിയോണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന അല്ലാതെ നമുക്ക് എന്താണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്, ഏത് അസുഖത്തിനാണെങ്കിലും. അപ്പോൾ പെയിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിന് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് പല രീതിയിലുണ്ട്. ഒന്ന് നമുക്ക് ടാർഗറ്റഡ് ഇൻ്റർവെൻഷനാണ്. ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കഴുത്ത് വേദനയായിട്ട് ഒരാൾക്ക് കയ്യിലേക്ക് വലത്തെ സൈഡിലേക്ക് ഒരു വിരലിൻ്റെ ഭാഗത്തേക്ക് പെയിന് വരികയാണ്. അത് ഡിസ്ക് പ്രൊലാപ്സ് ആയതാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു നെർവ് കംപ്രഷൻ വന്നു, കയ്യിലേക്കുള്ള ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് വേദന ഉണ്ടാവുകയാണ്. അതിനാണ് സർവിക്കൽ റാഡിക്കുലോപ്പതി നമ്മൾ പറയുന്നതിനാണ്. അപ്പോൾ അത് ഒരൊറ്റ നെർവിൻ്റെ ഭാഗത്ത് ഇൻഫ്ലമേഷൻ കാരണമാണ് അദ്ദേഹത്തിന് പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നെർവ് റൂട്ട് ഏതാണോ അവിടെ നേരിട്ട് നമ്മൾ എക്സ്റേ ഗൈഡഡ് ആയിട്ട് നമുക്ക് അവിടെ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് അവിടെ നേരിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാൻ പറ്റും, അതായത് മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ മെഡിസിൻ കൊടുക്കുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അവിടെയുള്ള ഇൻഫ്ലമേഷൻ സെറ്റിൽ ആവുകയും നെർവിൻ്റെ രക്തോട്ടം മെച്ചപ്പെടുകയും വേദന മാറുകയും ചെയ്യും. എന്നിട്ട് അവരുടെ റീഹാബിലിറ്റേഷൻ, അതായത് എക്സസൈസും കാര്യങ്ങളൊക്കെ മാറാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. എവിടെയാണോ പ്രശ്നമുള്ളത്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ പോവുകയും ചെറിയൊരു അംശം മാത്രം അസുഖങ്ങളെടുത്തിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എവിടെയാണോ അസുഖമുള്ളത് അവിടെ കൃത്യമായിട്ട് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയുകയും അത് നമുക്ക് തിരിച്ച് റിസോൾവ് ചെയ്യാനുള്ള ഒരു സാധ്യത, എളുപ്പത്തിൽ തന്നെ ചെറിയ ഡോസിൽ മെഡിസിൻ തന്നെ കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ. ഇതിന് വേറെ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ക്യാൻസറാണ്, വയറിൻ്റെ ഭാഗത്ത് പാൻക്രിയാസിൻ്റെ ക്യാൻസറാണ്. അപ്പോൾ അവിടെ നല്ല സിവിയർ പെയിൻ ആണ്, രോഗിക്ക് അസുഖം മാറുന്ന സ്റ്റേജിലല്ല, പക്ഷേ അവർക്ക് സിവിയർ പെയിൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളിങ്ങനെ കുറേ പെയിൻ കില്ലർ, മോർഫിൻ കാര്യങ്ങൾ എടുക്കുന്നതിന് പകരം നമുക്ക് നേരിട്ട് ആ ഒരു ഭാഗത്തേക്ക്, പാൻക്രിയാസിൻ്റെ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ കണ്ടുപിടിച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, അബ്ലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നേരിട്ട് മെഡിസിൻ കൊടുത്ത് ഞരമ്പുകൾ കരിച്ചു കളയാനുള്ള മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ ഇതാണ്, ടാർഗറ്റഡ് ഇൻ്റർവെൻഷനാണ്. ഏത് ടാർഗറ്റ്, എവിടെയാണോ സോഴ്സ് അത് കണ്ടെത്തുകയും അവിടെ നേരിട്ട് മെഡിസിൻ കൊടുക്കുക, നമ്മൾ മൊത്തം ശരീരത്തിനെ ബാധിക്കാത്ത രീതിയിൽ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ കൃത്യമായിട്ട് മെഡിസിൻ എത്തിക്കുക എന്നുള്ളതാണ് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമുക്കുള്ളത് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീജനറേറ്റീവ് ഓപ്ഷൻസ് ആണ്. നമ്മളിപ്പം കൂടുതൽ അപ്പോൾ എല്ലാ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട്, ഇഞ്ചുറികളുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വെറുതെ പെയിൻ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, റീജനറേറ്റ് ചെയ്യുക, അതായത് പരിക്കുകൾ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളെ ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു പരിക്കുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കുന്നതിനാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് റീജനറേറ്റീവ് ഓപ്ഷനിൽ നമുക്ക് PRP ഒരു ഓപ്ഷനാണ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അത് സ്വന്തം ബ്ലഡ് നിന്ന് എടുക്കുന്ന സാധനമാണ്. അത് എടുത്തിട്ട് നമുക്ക് മുട്ടിൻ്റെ തേയ്മാനുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ലിഗമെൻറ്റ് പൊട്ടിയ ആൾക്കാർക്കോ ഷോൾഡറിൻ്റെ ലിഗമെൻറ്റ് പരിക്കുള്ള ആൾക്കാർക്കൊക്കെ നേരിട്ട് അവിടെ തന്നെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ട് അൾട്രാസൗണ്ട് ഗൈഡായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിനെ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് കൂടുതൽ തേയ്മാനമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതായത് റിപ്പയർ ചെയ്യുന്ന, ശരീരത്തിൽ റിപ്പയർ ചെയ്യുന്ന സെൽസിനാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അത് ബോൺമാരോ എല്ലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റിൽ നിന്നോ എടുത്തിട്ട് സ്റ്റെം സെൽസ് നേരിട്ട് കൊടുക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് എവിടെയാണോ നമ്മുടെ പ്രശ്നം, അപ്പോൾ ഡിസ്കിൻ്റെ തേയ്മാനായിക്കോട്ടെ, മുട്ടിൻ്റെ തേയ്മാനായിക്കോട്ടെ, ലിഗമെൻറ്റിൻ്റെ പരിക്കായിക്കോട്ടെ, എന്താണോ പ്രശ്നമുള്ളത് അവിടെ നേരിട്ട് നമ്മൾ റീജനറേറ്റ് ചെയ്യാനുള്ള സ്വന്തം ശരീരത്തിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ തന്നെ കൊടുത്ത് റീജനറേറ്റ് ചെയ്യുന്നതാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് ഒന്ന് ടാർഗറ്റഡ് ഇൻ്റർവെൻഷനാണ്, രണ്ടാമത്തെ നമ്മളെ റീജനറേറ്റീവ് മെഡിസിൻ, അതായത് റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. മൂന്നാമത്തെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനാണ്. അബ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരു ചില കേസുകളുണ്ടാകും. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 70-75 വയസ്സുള്ള ആൾക്കാർക്കാണ് കഴുത്തിൻ്റെ തേയ്മാനാണ്, കഴുത്തിൻ്റെ സൈഡിലുള്ള ജോയിൻറ്റിൻ്റെ ഭാഗത്തുള്ള തേയ്മാനാണ്, അത് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, നല്ല സിവിയർ പെയിനാണ്.
അപ്പോൾ ഇതിൽ നമുക്കൊരു റീജനറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ ഓപ്ഷൻ പോസിബിൾ അല്ല. പലപ്പോഴും ഒരു ഓൾഡ് ഏജ് ഭയങ്കര പ്രായം കൂടിയ ആൾക്കാർക്ക് ഈ പറഞ്ഞ സംഭവം തേയ്മാനമൊക്കെ മാറ്റി പഴയ പോലെ ആക്കുക എന്നുള്ളതാണ് പോസിബിൾ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർജറിയും പോസിബിൾ അല്ല. കാരണം ചില ഏജ് ഉണ്ടാവും, ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ സർജറി ഇത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. അപ്പോൾ ഈ സർജറി ഇല്ലാതെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ഈ എല്ലാ ഇൻ്റർവെൻഷൻസും നോൺ സർജിക്കലാണ്, അതായത് സർജറി ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും. അതായത് ആ ജോയിൻറ്റ് എവിടെയാണോ അവർക്ക് പെയിൻ ഉണ്ടാക്കുന്ന, തേയ്മാനം ഉണ്ടായ ഒരു ഭാഗം അല്ലെങ്കിൽ പെയിൻ ഉണ്ടാക്കുന്ന ഭാഗം, അത് സെലക്റ്റീവായിട്ട് നമുക്ക് അബ്ലേറ്റ് ചെയ്യുന്നതിനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കരിച്ചുകളി എന്ന് പറയാം, ആ ഭാഗത്തേക്കുള്ള ഞരമ്പ് സെലക്റ്റീവായിട്ട് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പെയിൻ സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ ഏജ് കൂടുതലുള്ള ആൾക്കാർക്ക്, തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ മുട്ടിൻ്റെ തേയ്മാനം 4ാമത്തെ സ്റ്റേജിലാണ്, സർജറി ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർക്ക് അവിടെ മുട്ടിൻ്റെ ഭാഗത്തേക്ക് റേഡിയോ ഫ്രീക്വൻസി ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ട്രൈജമൽ ന്യൂറാൾജി എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ അസുഖമുണ്ട്, മുഖത്ത് സിവിയർ പെയിൻ ഉണ്ടാക്കുന്നത്, അതിന് നമുക്ക് നേരിട്ട് ടാർഗറ്റഡ് ഗാംഗ്ലിയോണിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. അത് കുറേ കാലത്തേക്കാണ്, അതായത് ഷോർട്ട് ടേം അല്ല, വർഷങ്ങൾ, ചിലപ്പോൾ 1-2 വർഷങ്ങളൊക്കെ പെയിൻ ഇല്ലാത്തൊരവസ്ഥ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാനും അതൊരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം കിട്ടും. അപ്പോൾ ഇതാണ് 3ാമത്തെ ഓപ്ഷൻ. അപ്പോൾ 1ാമത് പറഞ്ഞത് ടാർഗറ്റഡ്, 2ാമത് നമ്മൾ റീജനറേറ്റീവ് ഓപ്ഷനാണ്, 3ാമത് നമുക്കുള്ളത് ഈ അബ്ലേഷൻസ് ആണ്, അതായത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അതുപോലെ തന്നെ ന്യൂറോ മോഡുലേഷൻ ഉണ്ട്, നമുക്ക് നെർവ് സ്റ്റിമുലേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇതിന് നെർവ് അബ്ലേറ്റ് ചെയ്യുന്നതിന് പകരം നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്, പക്ഷേ അതും അവൈലബിൾ ആണ് പെയിൻ മെഡിസിനിൽ. ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ. ഇതെല്ലാം ഒരു ഇന്റർവെൻഷണൽ പെയിൻ മെഡിസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മെഡിസിൻസ് എല്ലാം എടുത്തു, എല്ലാ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം സഹായിക്കുന്നത്. അതുകൂടാതെ എൻ്റെ അസുഖം എവിടെ കാണിക്കും എന്നുള്ളത്, അതായത് പെയിൻ ഉണ്ട് എന്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർക്കും, ഇപ്പോൾ ന്യൂറോ കാണും ന്യൂറോ പ്രശ്നമൊന്നുമില്ല പറയുന്നു, ഓർത്തോ കണ്ട് ഓർത്തോയിൽ പ്രശ്നമില്ല പറയുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയുള്ള ആൾക്കാർക്ക് അവരുടെ ഡയഗ്നോസിസ്, അതായത് അസുഖത്തിൻ്റെ പെയിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള ഓപ്ഷനാണ് പെയിൻ മെഡിസിൻ സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത്, ഓൾറെഡി നമുക്ക് അസുഖം എന്താണെന്ന് അറിയാം, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് പെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഹെർപ്പിസ് സോസ്റ്റർ, അതായത് നമ്മളെ ഞരമ്പ് പൊട്ടി തന്നെ അസുഖം വന്ന് സിവിയർ ഞരമ്പിൻ്റെ പെയിനുള്ള ആൾക്കാർക്ക് അസുഖം എന്താണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ എന്താണ് അതിൻ്റെ പെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഇൻ്റർവെൻഷൻ ചെയ്തിട്ടും മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ടും രണ്ടുകൊണ്ടും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്തരത്തിൽ അസുഖം, ഈ പെയിൻ്റെ സോഴ്സ് കണ്ടെത്താനും അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത പെയിനുകൾ കൺട്രോൾ ചെയ്യാനും അത് നിർത്താനുള്ള ഇൻ്റർവെൻഷൻ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ. അപ്പോൾ ഇനി ഒരു എന്താണ് പെയിൻ മെഡിസിൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടല്ല, അതിന് പകരം എന്താണോ പെയിൻ്റെ ഉറവിടം എന്ന് കണ്ടെത്തി അതിൻ്റെ സോഴ്സ് കണ്ടെത്താനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ മെഡിസിനും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും എല്ലാം ചെയ്യുന്നതിന് പുറമെ ഇൻ്റർവെൻഷനും കൂടി ആഡ് ചെയ്ത് അവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പെയിൻ റിലീഫ് കിട്ടാനും അത് ലോങ് ടേം ആയിട്ട് നിലനിർത്തുന്ന രീതിയിൽ പിന്നീട് തിരിച്ച് വരാത്ത രീതിയിൽ റീഹാബിലിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ. അപ്പോൾ എന്താണ് പെയിൻ മെഡിസിൻ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പെയിൻ മെഡിസിനിൽ നമ്മൾ ചികിത്സിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചും വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളുടെ വിശദീകരണങ്ങളുമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും വിശദമായിട്ട് മറ്റുള്ള വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്ദി.